നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മുടെ 3 ജഡ്ജസിനെയും വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടൻ, നസീർക്ക, കൂടെ അംബികാമ്മ. നല്ല നാക്ക്. എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ടാറ്റ പറയാൻ നേരത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അസീസ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ അപ്പൊ എന്നെ തന്നെ വിളിക്കുമല്ലോ. അവിടെയുള്ള സിനിമയും സീരിയലും എല്ലാം ഉപേക്ഷിക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അവിടുത്തെ ഒരു സീരിയൽ ഞാൻ കട്ട് ചെയ്യാം. എനിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സീരിയൽ കട്ട് ചെയ്തോ ദേ നിൽക്കുന്നു. വീണ്ടും സ്വാഗതം. അസീസനാണെങ്കിൽ തിരക്കോട് തിരക്ക്. ചേച്ചി മുട്ട മേടിക്കുന്ന കട ഞങ്ങൾക്കൊന്ന് പറഞ്ഞു. അതെ, നല്ല തിരക്കുമുണ്ട്. കറക്റ്റായിട്ട് പോവുകയും ചെയ്തു. അമ്മയമ്മയ്ക്ക് വരാനും പറ്റി. എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, അസീസിന് നല്ലതിന് വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വന്നു. നമ്മൾ ഇനിയും ചിരിച്ച് സന്തോഷിച്ച് സമാധാനമായിട്ട് ഇരിക്കുന്നു. ഒരു ടെൻഷനും ഇല്ല എനിക്കിപ്പോ, സത്യം. ജീവിതത്തില് ഈ തമാശ ചിരി ചിരിക്കാനായിട്ട് കിട്ടുന്ന അവസരം പാഴാക്കുന്ന വ്യക്തികൾ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? എവിടെയാണെങ്കിലും അവര് കുത്തിയിരുന്ന് ചിരിച്ചിരിക്കും. പിന്നെ ചിരിക്കാനായിട്ട് ചെന്നൈന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ട് ഉള്ള ആൾക്കാരെ എനിക്കറിയാം. അറിയാം. അതിനുവേണ്ടി മുട്ട വരെ കൂടോത്രം ചെയ്ത് പലരെയും വഴിയിൽ നിന്ന് മാറ്റി വിടുന്ന ആൾക്കാരെ എനിക്കറിയാം. എനിക്ക് പിന്നെ അറിയാം. ടെമ്പോ ട്രാവലർ വിളിച്ച് കോട്ടയത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാർ നേരിട്ടറിയാം. ഇവര് കോട്ടയംകാരാണ്. കോട്ടയത്തു നിന്നാണ് വന്നിരിക്കുന്നത്. പ്രത്യേക സ്നേഹമുണ്ട്, പ്രത്യേക ഒരു ഇഷ്ടം കോട്ടയംകാരോട്. ദർശന കൾച്ചറൽ സെന്റർ അല്ലേ? കണ്ടാ, വന്ന് റെഡി ആയിട്ടിരിക്കുകയാണ് ചിരിക്കാൻ. അപ്പൊ പല സ്ഥലത്തുനിന്ന്, കേരളത്തിന്റെ പല സ്ഥലത്തുനിന്ന് ചിരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മള്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും നമ്മൾ ചിരിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഉഷാറായിട്ട്. ഇത് ഐറ്റം വേറെ. പ്ലീസ്. ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റിന് വരുന്നത് കിഷോറേട്ടൻ ടീമാണ്. പക്ഷെ കൂട്ടത്തിൽ ഒരു പുതിയ ആളുകളുണ്ട്. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം കിഷോറേട്ടൻ, സജി ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ. അയ്യോ, ആന കിണറ്റി പോയേ എന്റെ ദൈവമേ. അയ്യോ, ആന കിണറ്റി പോയേ എന്റെ പൊന്നുപാവാനെ. ആ ഫോറസ്റ്റുകാരൻ ഞാൻ ഇരുട്ട വിളക്കൊക്കെ വിളിച്ചതാ. ഇപ്പൊ വരാന്ന് പറയുന്നത് ഇപ്പോഴും എത്തും തോന്നുന്നില്ല. 24 മണിക്കൂറും വെള്ളമടിച്ച് തല ഏതാ ചെവിടാന്നറിയാൻ വയ്യാത്ത കാലനാ എന്റെ ഈശ്വരാ. ഇവനെയൊക്കെ ഫോറസ്റ്റ് എടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലേ. ഇവനെ ഞാൻ എപ്പോ എടുത്തരാ ഫോറസ്റ്റില്? ഞാൻ എന്തൊക്കെ വിളിച്ച് പറയുന്നത് എന്റെ ദൈവമേ. അയ്യോ, അത് വനരുടെ ഗണത്തില് എന്തൊരു തുന്തരവാണത് കേള്. ആവശ്യത്തെ കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്റെ പൊന്നു സാറേ. ആന കിണറ്റിൽ പോയേ. ആന കിണറ്റിലല്ലേ പോയത്, അല്ലാതെ ആന ഗൾഫിലൊന്നും അല്ലല്ലോ പോയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ആനയെ കെട്ടി നടക്കുന്ന പരിഹാരം കണ്ടേ പറ്റൂ. ഹരിഹരൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഏത് ഹരിഹരൻ? പാട്ടുകാരൻ ഹരിഹരൻ. ഹരിഹരനല്ലെന്ന്, ഇതിന് പരിഹാരം കാണണമെന്ന്. എടി മോളെ, ഈ നീ ആനമയക്ക് വെടിവെക്കുകാരെ ആനമയക്ക് വെടിവെപ്പുകാരൻ നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ ഈ കിണറ്റി കിടക്കുന്ന ആനയെ മയക്ക് വെടിവെച്ച് പുഷ്പം പറിക്കുന്ന ഒരു ലാഭത്തോടെ എന്റെ മോളെ കയ്യിൽ വെച്ച് തരും. പുഷ്പം പറിക്കുമ്പോൾ എടുത്ത് തരാൻ ഇതിനകത്ത് കൊമ്പനാനെ അല്ലാതെ കുഴിയാനല്ല എടുത്ത് കയറ്റി തരാനായിട്ട്, കേട്ടോ? അല്ല സാറേ, ഞാനതല്ല ആലോചിക്കുന്നത്. ഇത് ഏത് വഴിക്ക് ഈ പുല്ലൊന്നും ഇതിനകത്ത് ഇവിടെ ചാടി? ഇതിനകത്ത് ഇത് വന്നത് ആനത്താര വഴിയായിരിക്കും. ആനത്താര? അതെന്തോന്ന്? ഇടി, ആന വരുന്ന വഴിയാണ് ആനത്താര. അപ്പൊ പുലി വരുന്ന വഴിയോ? പുലിത്താര. അപ്പൊ സിംഹം വരുന്ന വഴിയോ? സിംഹത്താര. അങ്ങനെയാണെങ്കിലോ ഇല്ല കിടക്കുന്ന വഴി അത് ഏത് താരയാ? അത് ബോലോത്താര. ബോലോത്താര? ദേലർ മഹിന്ദി ഗാനമേളം കഴിഞ്ഞ് പോയ വഴിയാണ് ബോലോത്താര. കേട്ടിട്ടില്ല? ബോലോത്താര. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബോലോത്താര എങ്ങനെ വന്ന് വീണത് ഈ കിണറ്റി? എന്തോ ഇത് ഏത് സമയത്ത് വീണതെന്ന്? എന്റെ പൊന്ന് ചേട്ടാ, ഞാന് രാത്രി 12:30-1 മണിയായി കാണും. ഒരു 1:30 മണിയാകുമ്പോഴത്തേന് രാത്രി ഞാൻ നല്ല ഉറക്കം. ഞാൻ നല്ല ഉറക്കം കേട്ട സമയത്ത് പുറകിൽ നിന്ന് പറോന്നൊരു ശബ്ദം. ആഹാരം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഗ്യാസിന്റെ ഒരു ഗുളി കഴിച്ചെങ്കിൽ ഈ പറോന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കാറുന്നല്ലോ. ഈ ആന എന്തിനാണ് ചിഹ്നം വിളിക്കുന്നത്? ഈ ആന എന്തിനാണ് ചില
ചിഹ്നം വിളിക്കുന്നെന്ന്. ആനയ്ക്ക് ശങ്കടുത്തോ ചൂതാൻ പറ്റുമോ? ആ. എന്റെ പൊന്ന് സാറേ, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ള അറിയാവോ? ആര് പറഞ്ഞു? ഞാൻ ഇതിലേക്കൂടെ പോയപ്പോ നിന്റെ ബന്ധുവിന്റെ ഒരു മോൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വെളുത്ത് തുടുത്തൊരു സുന്ദര കുട്ടപ്പ, ഒരു മുടിയിൽ ചെമ്പിച്ച കളറൊക്കെ അടിച്ച പയ്യൻ. എന്റെ ആങ്ങളയുടെ മോൻ. ആ. ഉള്ള ആടിന്റെ കഴുത്തിൽ കയറ് കുരുങ്ങിയെന്ന് തോന്നുന്നു. ആടല്ല, നാനാ. ഞാനല്ല, വെള്ളിയാഴ്ച കാര്യം പറയടി. എന്റെ ആങ്ങളയുടെ മോൻ 100 തവണ ഞാൻ അവന്റെ കാലിന്റെ തലേ കൈവച്ച് പറഞ്ഞു, പൊന്നുമക്കളെ ഒറ്റയ്ക്ക് കാട്ടി പോവല്ലേ എന്ന്. കൊച്ചിനെ പുലി ഇടിച്ച. പുലി പിടിച്ചാലല്ലെന്ന്. എടാ, വേട്ടക്കാരന്മാരുടെ പേർഷ്യൻ പൂച്ചെന്ന് പറഞ്ഞിട്ട് കൂട്ടിനകത്ത് ഇട്ടോണ്ട് പോയെന്ന്. പോയ വഴിക്ക് മാവോ എന്നുള്ള കരച്ചില് മാത്രം. വനജ മാവോ നല്ല ചെറുക്കം വിളിച്ചത്. പിന്നെ? കാണാൻ നിന്റെ മോനല്ലേ, അപ്പൊ അവൻ മ്യാമീന്ന് വിളിച്ചായിരിക്കും. ഏതായാലും പട്ടിണി കിടന്ന് ചാവാതെ അവനങ്ങ് പോയല്ലേ. ഈശ്വരാ, ഇപ്പൊ ഏതെങ്കിലും പണക്കാരന്റെ വീടിന്റെ അടുക്കള പുറത്ത് മീൻമുള്ളും ചവച്ചോണ്ട് കിടക്കുമായിരിക്കുവേ. നീ ഒരു കാര്യം ചെയ്യ്, ഇത്തിരി അച്ചാറും പിടിഞ്ഞു. ഇവിടെ വെച്ച പറ്റത്തില്ല, ഇവിടെ വെള്ളം അടിക്കരുത് സാറേ. ഇവിടെ വെച്ച് വെള്ളം അടിക്കരുതാ പറഞ്ഞത്. വെള്ളം അടിച്ചെടുത്ത് സാറ് മണ്ടത്തരം കാണിക്കും. നീ ഇത്തിരി അച്ചാർ സാറേ 2 തവണ വെള്ളം അടിച്ച് മണ്ടത്തരം കാണിച്ചിട്ടാണ് സാറിന് ഇവിടുന്ന് പുറത്തേക്ക് അറിയാവല്ലേ. വനജേ, ഞാൻ അങ്ങനെ മണ്ടത്തരൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും കാണിക്കാറില്ല. അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലേ? ചെറുതായിട്ടുള്ള നല്ല രീതിയിലുണ്ട്. ഹലോ, വേണ്ട അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ആഹാ, ആ എലിഫന്റ് സ്ക്വാഡും നിങ്ങളും ആ വഴി കിടന്നാൽ മതി. ഞാൻ എലിഫന്റിനെ മൈക്ക് വിളി വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ വിളിക്കും. അപ്പോഴിങ്ങോട്ട് വന്നാൽ മതി. ഓ ശരി. ആ അങ്ങനെ മതി. ഓക്കെ ശരി. ആരാ ഈ വന്യജീവി? വന്യജീവിയോ? ആ, എന്റെ ഫോണിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു, വന്യജീവിയുടെ അവിടെ ആന വീണുന്ന്. മെസ്സേജ് അയച്ചത് ഞാനാ. വനജ ജീവി. ആരാണിത്? ആ ജീവിയായി ഞെളിഞ്ഞിരിക്കുന്നത്. ഞാൻ എലിഫന്റിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. എലി പാൻഡിട്ടോ കുതിര നിക്കറോട്ടോന്ന് അറിയാൻ ഞാൻ ഓടി ഇവിടം വരെ വന്നത്. ആരാ സാറേ ഇത്? എടി, ഞാൻ പറഞ്ഞില്ലേ മയക്കോടിയൊക്കെ ആള് വരുമെന്ന്. അതല്ല, ആന എവിടെ? ആന ഇടവേലല്ല, കാപ്പില്. കാപ്പിലല്ല, കോപ്പില്. ആന കിടത്തി കിടത്ത ആന നീ എപ്പോഴും കൂപ്പിൽ കൊണ്ടുപോയത്? ഓ, കൂപ്പിൽ പറഞ്ഞു വിട്ട ആന മയക്ക് വെക്കാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കഷ്ടം പറ. എടാ പ്രാന്തന്മാര്, സാറന്മാര്, ആണ്ട ആന കിണറ്റി കിടക്കുക. ആണെങ്കിൽ അവിടെ കിടക്കട്ടെ, അതിനെ ശല്യം ചെയ്യണ്ട. ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ. ഞാനെ മയക്കാൻ വന്ന നീ ആദ്യമേ അങ്ങ് മയങ്ങോടാ. ഓ, പറയുന്ന പോലെ ഞാൻ ആനയെ മയക്കാൻ വന്നാണല്ലേ. ഇങ്ങോട്ട് മാറി നോക്കട്ടെ. ആഹാ, എന്ത് ദുഷ്ടത്തിനാ കാണിച്ചത്? എന്ത് വൃത്തികേടാ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്? താന തുണിയില്ലാതെ നിൽക്കുന്നു. ശ്വാസത്തിന് വേണ്ടി കാണുന്ന മിണ്ടാപ്രാണിയുടെ വായില് ഇത്രയും നീളത്തിലുള്ള പച്ചക്കപ്പ പൊളിച്ച് കുത്തിക്കറ്റി വെച്ചിരിക്കുന്നു. പച്ചക്കപ്പ? പിന്നല്ലാതെ. പച്ചക്കപ്പയല്ല, പിന്നെ ആനയുടെ ഈ നീളത്തിൽ 2 കൊമ്പാത്. പിടിയാനയല്ലായിരുന്നു അത്. പിടിയാനെ. അതിന്റെ പിടി ഊരി ഞാൻ അടുക്കള കയറ്റി വെച്ചേക്കും. ആ, ഇപ്പൊ പണി ഒരുപാടുണ്ട്. എന്ത്? ആന മാത്രമല്ല, ഇതിനകത്തൊരു സിംഹപാലം കുരങ്ങു കൂടെ കിടപ്പുണ്ട്. മയക്കോ, ഓ, നിന്റെ തലയൊന്ന് വലിച്ചേടാ. ഇപ്പൊ അതങ്ങ് പോയി. മേലെ ഈ മുഖം കൊണ്ട് കെട്ടി എത്തി നോക്കണം. അതെ, പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താടാ? നിങ്ങളത്തല്ല, വഞ്ചനയും വന്നേ. അല്ല, വനജയും വന്നേ. ആരുമില്ലാത്തപ്പം ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ആന ഇവിടെ വരാറുണ്ടോ? പറയുന്ന കേട്ടാത്തോന്നല്ല കെന്റി കിടക്കുന്ന എന്റെ കള്ളമാപ്പിളെ വന്ന് കിടക്കുന്ന. മര്യാദയായിട്ട് സംസാരിക്കരുത് ഭഗവാനെ. നാട്ടുകാർക്ക് ഇനി അതേ പറയാനുള്ളൂ, ഞാനും ആനയും തമ്മിലുള്ള ബന്ധം കേട്ടോ. ഈ നിൽക്കുന്ന കാക്കാശിന് വകയില്ലാത്ത ഈ മനുഷ്യന് ഞാനുമായിട്ട് ഈ ഇരിക്കുന്ന നാട്ടുകാർക്ക് എന്തെല്ലാം വൃത്തികേടാ വിളിച്ച് പറയുന്നതെന്ന് അറിയാമോ? സാറേ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മളത് അങ്ങനെ വല്ല എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ട് അങ്ങോട്ട് മാറുന്നില്ലേ? അല്ല പിന്നെ എന്ത് കഷ്ടമെന്ന് പറയുന്നത്? അങ്ങോട്ട് മാറിക്കേ. സാറേ, കണ്ണടച്ച് കാണിക്കുന്നു. അവളെ എന്തിനാ കണ്ണ? അയ്യോ, കണ്ണടിച്ച് കാണിച്ചല്ല. ഞാൻ ഒരു കണ്ണട ചുന്നം വെച്ചാ ലക്ഷ്യസ്ഥാനത്ത് വെടികൊണ്ടിരിക്കും. ഭഗവാനെ, ഇങ്ങാരാ 2 കണ്ണും അടയണ്. അല്ല, പെട്ടെന്ന് ലക്ഷ്യസ്ഥാനം കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. ഓ, എനിക്കത് പ്രാക്കായിട്ടാ തോന്നിയത്. പിന്നെ വനജയെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ വനാതിർത്തിയിലൊക്കെ വന്ന് താമസിക്കുമ്പം ആദ്യം പഠിക്കേണ്ടത് എന്താണെന്നറിയാമോ? ആനയെ ഓടിക്കാൻ പഠിക്കണം. പൊന്ന് സാറേ, ഞാൻ ഇതേവരെ സ്കൂട്ടർ പോലെ ഓടിച്ചിട്ടില്ല. പിന്നെ അന്ന് ആന ഓട്ടിക്കുന്നത്. പിന്നെ ഇതിന്റെ ഗിയർ എവിടാന്നോ സ്റ്റിയറിംഗ് എവിടാന്നോ എനിക്കറിയത്തില്ല. അയ്യോ, അങ്ങനല്ല. പിന്നെ നമ്മൾ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആന വരുമ്പം നമ്മൾ ചെണ്ട കൊട്ടിയാൽ മതി. ആന അതിർത്തി കടന്ന് പൊക്കൊള്ളും. അങ്ങനെ തൃശ്ശൂർ പൂരം നടക്കുവാണെങ്കിൽ എല്ലാ ആനകളും ഓടി സംസ്ഥാനം വിടണമല്ലോ. എന്തോരം ചെണ്ടയാ ഇന്ന് പെരുക്കുന്നത്. ഇതൊക്കെ ആരത്ത് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറിക്കാണ്. എന്റെ സംശയം, ഇതെങ്ങനെയായിരിക്കും ഇതിനകത്ത് വീണത്? സാറേ, ഓ, ഈ വീണ എങ്ങനാ? വീണ എങ്ങനെയാന്ന് പറഞ്ഞാ ഒരറ്റത്ത് ഒരു കമ്പിന്റെ ഒരറ്റത്ത് ഒരു വലിയൊരു ഉണ്ട കാണും. അതിന്റെ അങ്ങേ അറ്റത്തായിട്ട് ചെറിയൊരു ഉണ്ട കാണും. അടുക്കൂടെ 5-6 കമ്പി കാണും. എന്ന് വായിക്കണം. അറിയാൻ മേത്തൊരു വായിച്ച വിരല് മുറി. അയ്യോ, വെള്ളം അടിച്ച് ലക്കറ്റത്ത് ഇങ്ങനെ ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലേ? അറിവുള്ളവർക്ക് ചോദിക്കണം. ഇടി മക്കളെ, ഈ വീണ എങ്ങനാ?
വെള്ളമടിച്ച് നിൽക്കുന്നെങ്കിൽ സാറ് പറഞ്ഞ കറക്റ്റാ. വലിയ ഒരു ഉണ്ട, അതിന് നടുക്കുള്ള വലിയ പട്ടികല്ല്, 3-4 കമ്പി കാണും, കിണീന്ന് വായിക്കാം. അതാ തമാശ അടിക്കാറുണ്ട്. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചോദ്യം വ്യക്തമായിട്ട് കേക്കപ്പാ. ഈ ആന വീണ എങ്ങനെയാന്ന് എത്തടി സാറേ, ഇത് കാര്യം പറ. ഇങ്ങനെ വ്യക്തമാവുന്ന രീതിയിൽ ചോദിക്കണം. ഞാൻ ആദ്യം ചോദിച്ചപ്പോ ശരിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കിപ്പോ മനസ്സിലായി. സാറേ, ഈ ആന വീണ എങ്ങനാ? നേരത്തെ പറഞ്ഞ പോലെയല്ല. ഈ ആന വീണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഉണ്ടകാണ്, അതിനകത്ത് ഇത്രയും വലിയ തടി കാണും, അതിന്റെ അങ്ങേറ്റം ചെറിയൊരു ഉണ്ട കാണും, നടുക്കാണെങ്കിൽ ഒരു 4.5 ഇഞ്ച് വലിപ്പമുള്ള കമ്പി കാണും. ഇത് ഏത് കച്ചേരിക്കാരൻ മടിയിലെടുത്ത് വെച്ച് വായിക്കൂടെ? കൊച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു എവിടെ എടുത്ത് വെച്ച് വായിക്കുന്നു. എന്നെ കൂടെ പറയരുത് കേട്ടല്ലോ. എന്തായാലും ആനയെ മയക്കുപിടി വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു പരീക്ഷണം നടത്തി പെട്ടെന്ന് കേറ്റാൻ നോക്ക്. നമുക്കേ വനജയെ ഒരു ആനയ്ക്ക് ഒരു വട ഇട്ട് കൊടുത്താലോ? ഇത്രയും വലിയ ആനയുടെ വായിൽ ഒരു വട ഇട്ട് കൊടുത്താൽ എന്താവോന്നാ? ഒരു ചാക്ക് വടയെങ്കിലും ഇടണ്ടേടാ. വടയല്ല, വട ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വട ഇടുവാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് പറ, ഓരോരുത്തർ ഐഡിയ പറ. എങ്ങനെ കരുതി നടക്കൂ. ഈ വട നീ അങ്ങോട്ട് ഇടത്തില്ലേ, അതിനു മുമ്പ് ആ വടത്തിന്റെ അറ്റത്ത് നമ്മളൊരു പാതാളക്കരന്റെ കെട്ടുന്നു. എന്നിട്ട് അങ്ങ് ആനയുടെ അടുത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. 3 കറക്കുന്നു. 4ാമത്തെ കറക്കിന് ആനയുടെ പൊക്കിളി കൊടുക്കുന്നു. നമ്മൾ 3 പേര് ഒറ്റ വരിക്ക് കരക്കെടുത്തിരുന്നു, വണ്ടി വിളിക്കുന്നു, കൊണ്ടുപോകുന്നു. അതിനകത്ത് കിടക്കുന്നത് പൊട്ടി വീണ തൊട്ടിയല്ല, കൊമ്പനാനയാ. അങ്ങോട്ട് മാറുന്നില്ലേ? മനജേ, ഞാൻ വട വിടാൻ പോവാണ്. നീ എന്റെ കൂടെ നിന്നോണം. എല്ലാം നീ പെട്ടെന്ന് നോക്ക്. ഏത് ചിലപ്പോ ആന വടം കടിച്ചു പിടിക്കും, ഇല്ലെങ്കിൽ ഇതിന്റെ കാലിലോ കയ്യിലോ കുരുങ്ങും. നമ്മളെല്ലാം പിടിച്ചു കയറ്റുന്നു. കണ്ടല്ലോ. കേട്ടാ ആന വടത്തെ പിടിച്ചിട്ടുണ്ട്. ആന തുമ്പിക്കൈ ചുറ്റി. എന്റെ മനസ്സേ, കയറിപ്പിടി. കയറിപ്പിടി. മാണിക്കനും കാർത്തുമ്പിയും മുത്തുക്കവും ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആനയെ ഒന്ന് നോക്കായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് മയക്കായിരുന്നു. അല്ലെങ്കിൽ രണ്ടിന്റെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും. എന്തിനാണ് നീ എന്തുവായി കാണിച്ചത്? സാറല്ലേ പറഞ്ഞ കയറി പിടിക്കാനല്ലേ പറഞ്ഞത്? കയറി പിടിക്കാനാ പറഞ്ഞത്. ഇപ്പൊ എന്റെ ജീവിതം തകർന്നേ. ജീവിതത്തിൽ ചായ വെള്ളം എടുത്തോണ്ട് വന്നാണ്. നാരങ്ങ വെള്ളം വേണോ ചായ വേണോ? ചായ എന്തായാലും എടുത്തോണ്ട് വാ. മയക്കൂടി വെക്കാൻ നോക്കാം. മയക്കുപടി എന്ന് പറയല്ലേ. ഞാൻ നല്ല 1-ാം തരം വെടിവെപ്പുകാരനാ. എപ്പോ വെടിവെക്കണമെന്നും എവിടെ വെടിവെക്കണമെന്നും എനിക്ക് നല്ലതറിയാം. പക്ഷെ അതിനുമ്പ് ഒരു കാര്യമുണ്ട്. ഏറ്റവും വെള്ളം കിടപ്പുണ്ട്, അത് പങ്കുവച്ചില്ല വറ്റിക്കണം. അങ്ങനെ വറ്റിക്കുന്ന കാര്യം എന്തോ? ഓസെല്ലാം പൊട്ടിക്കിടക്കൂല്ലേ? അത് ഓസല്ല, ആനയുടെ തുമ്പിക്കയ്യാ. ഈശ്വരോ, ഇപ്പൊ ഒരു മടല പഴം കൊണ്ട് തിന്നുന്നണക്ക് എന്നെ കൊണ്ട് തിന്നേനെ. വെടിവെക്കാൻ പോവാ ചുമ്മാരി. സാറേ, ഇവിടുന്ന് മൈക്കോടി എന്ത് ചെയ്യും? തമാശ കാണിക്കല്ലേ? വെള്ളം അടിച്ചോണ്ട് തമാശ കാണിക്കല്ലേ? മൈക്കോടി എനിക്ക് എന്തിനാ? സാറേ, സർക്കാരിന്റെ സാധനം അത്. സർക്കാരിന്റെ സാധനം ഞാൻ പോയി നീ എടുത്തോണ്ട് ബഹളം വെക്കാതെ ഇങ്ങോട്ട് മാറിയില്ലേ? ചായ കൊടുത്തിട്ട് വെടി വെച്ചാ മതി. താൻ നിൽക്കുന്നു മയക്ക് വെടി. അതല്ല, എന്റെ മയക്ക് വെടി ഇത് മയക്കോടിയായിരുന്നോ? ഞാൻ വിചാരിച്ചു പൂസലായിട്ടായിരിക്കും. സാറേ, അപ്പൊ ഞാനേ മയക്കുവെടി വെക്കാൻ പോവാ. പെട്ടെന്നാവട്ടെ. ഇതിനെ ഇനി കരച്ച് കയറ്റിട്ട് വേണം. അതല്ലേ 10 പേരാണ് ആനയുടെ പുറത്ത്. ഞാൻ ഹലോ. ഇല്ല, വെടിവെക്കുന്നത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മാറിലോ എന്റെ മനസ്സിലോ മധുരമൊരു വേദന. എടാ മയക്ക, നീ ഒറ്റക്കണ്ണടത്ത് ലക്ഷ്യസ്ഥാനത്ത് വെടിവെക്കും എന്ന് പറഞ്ഞപ്പോ നിന്റെ ലക്ഷ്യം ആനയല്ലായിരുന്നു, വനജയായിരുന്നല്ലടാ. ഇനി എന്താണ് നിന്റെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ? എന്തായാലും വനജയുടെ ബോധം തെളിയുമ്പോഴേ 2-3 മണിക്കൂർ എടുക്കും. അതിനിടയ്ക്ക് നമുക്ക് 2 അടിച്ചാലാ. വനജേ, അനക്കോണ്ട്. അത് നന്നായി. കുട്ടേട്ടനും ടീമിന് ഒരു നല്ല കൈഡി കൊടുക്കാം. ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു.
നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾ നമ്മളെ ചിരിപ്പിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരാളെ കാണുന്നില്ല, നമ്മുടെ ബിജു. ബിജുവിനൊരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു വർക്കുണ്ട്. ആ വെരി ഗുഡ് വെരി ഗുഡ്, അടിപൊളി അടിപൊളി അടിപൊളി. അങ്ങനെ അടിച്ചു കയറി വാ. അപ്പോൾ നന്നായിരുന്നു. അപ്പോൾ ശ്യാമാണ് നിങ്ങളുടെ കൂടെ ഉള്ള പുതിയ കോമ്പിനേഷൻ വന്നത്. ശ്യാം ഈ പറയുന്ന പോലെ ഒരുപാട് മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ശ്യാമും വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം ശ്യാമിനെ നിങ്ങളോടൊപ്പം കാണാൻ പറ്റിയത്. പിന്നെ കിഷോർ ഭായ്, ആസ് യൂഷ്വൽ നമുക്കറിയാം ഒരു സ്കിറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വരവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾ എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളിവിടെ പൊളിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്നും ആ പ്രതീക്ഷ തെറ്റിച്ചില്ല. പിന്നെ എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് സമയം തമാശകളിലേക്ക്, അതായത് നിങ്ങളുടെ നിലവാരത്തിലുള്ള തമാശകളിലേക്ക് വരാൻ ആദ്യം കുറച്ച് സമയമെടുത്തു. കാര്യം നമ്മൾ സാധാരണ നിങ്ങൾ സജിയൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 1-2 ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ അങ്ങ് പൊട്ടിച്ചിരിപ്പിച്ച് തുടങ്ങുന്നതാണ്. അങ്ങനെയുള്ളൊരു ചിരിക്കാൻ വകകളൊന്നും ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഗ്രാജുവലി പിന്നീട് കയറി വന്നു. അടിപൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. അമ്പികാമ്മ സൂപ്പർ, നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം, നിങ്ങൾ ഒരാൾ ഇവിടെ കിഷോർ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി സമയം ഒന്നും വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു, ഒന്നും ബോറടിച്ചില്ല. അതുപോലെ നിങ്ങൾ ആ താഴെ കിടന്നിട്ടുള്ള ആ ചിരി, എൻ്റെ ദൈവം എന്ത് രസമായിരുന്നു എന്ന് അറിയോ. പിന്നെ അതുപോലെ തന്നെ ആ മയക്കുമരുന്ന് ആ സാധനം എടുത്ത് കാതിൽ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഇത് നല്ല രസമുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് സെൽഫി എടുക്കാനാണ് പോകുന്നതെന്നൊക്കെയാണ് വിചാരിച്ചത്. നല്ല രസമുണ്ടായിരുന്നു ആ തിരിച്ചു വന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. ഇറ്റ് വാസ് റിയലി ഫണ്ണി, നന്നായിരുന്നു. ഇതുപോലെ ഈ പറഞ്ഞ പോലെ വരട്ടെ. താങ്ക് യു. ഈ പറഞ്ഞ ഷാജോൻ പറഞ്ഞ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആദ്യത്തെ ആ ഒരു പോർഷൻസ് കുറച്ച് ഒന്ന് ചിരിയുടെ ഒരു ദാരിദ്ര്യം അവിടെ ഫീൽ ചെയ്തു. എന്തായാലും ഇവിടെ വരുന്ന പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ ആയിട്ടുള്ളവർ പുതിയ കോണ്ടന്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഒരുപാട് മാർക്കുണ്ടോ മാർക്ക് കുറഞ്ഞോ എന്നുള്ളതല്ല വിഷയം. പക്ഷേ നമ്മൾ അവതരിപ്പിക്കുന്ന ഐറ്റം വേറെ തന്നെയാണ്, വൃത്തിയുള്ളതാണ്. അതാണ്. അപ്പോൾ ഇതെന്തായാലും ഗംഭീരമായിരുന്നു. ചിരിക്കാൻ അത്യാവശ്യ സംഭവങ്ങളുണ്ടായിരുന്നു. ഇനിയും ഇതുള്ള പുതുമകളുള്ള സ്കിറ്റുകളുമായിട്ട് നിങ്ങൾ വീണ്ടും വരിക. വീണ്ടും പ്രതീക്ഷിക്കുന്നു ഇതിലും കൂടുതൽ ചിരിയുമായിട്ട്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു നസീർക്ക. അപ്പൊ കൈയോടെ നമുക്ക് മാർക്സ് വാങ്ങിക്കാം. നസീർക്ക, എത്ര മാർക്ക് കൊടുക്കാം? ഞാൻ തുടക്കമായതുകൊണ്ട് ദാരിദ്ര്യം ഒന്നും കാണിക്കുന്നില്ല, ഒരു 10,000 രൂപ കൊടുക്കുക. അടിപൊളി. രണ്ടാമതാരാ? ഞാൻ പറയാം. ഷാൻ ചേട്ടാ, ശ്യാമിന്റെ ആ കിടന്നുള്ള ചിരിക്ക് ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് ഞാനൊരു 12 കൊടുക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ 22,000 രൂപ. അംബികാമ്മ, കാട്ടിലൊക്കെ പോയിട്ട് വന്നതല്ലേ, അപ്പൊ ഞാൻ കുറച്ചു നേരം ഒന്ന് ഒളിച്ചിരിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് രഹസ്യത്തിൽ അയച്ചാൽ മതി. രഹസ്യത്തിൽ അയക്കുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര രൂപയാന്ന് ഇവിടെ നോക്കാം. 45,000 രൂപ. അടിപൊളി, സന്തോഷം. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതേപോലൊരു വെറൈറ്റി ഐറ്റമായിട്ട് കൂടുതൽ തമാശകളായിട്ട് പോവാ. ഓക്കെ, ശരിടാ, ഇത് ഒരു തരത്തിലുള്ള തലവേദനയല്ലല്ലോ, ഒന്ന് കഴിയുമ്പോ വേറും. ഇപ്പൊ എങ്ങനെ? നമസ്കാരം. എന്ത് പറ്റി? നിങ്ങൾ അങ്ങോട്ട് പോവാ? ഞങ്ങളെവിടെ പോകാനായിട്ട്? എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരു അങ്കിള്, പുള്ളിയുടെ തല തേങ്ങ വീണു. എന്നിട്ട് തേങ്ങ വീണപ്പോ മുതൽ പുള്ളി ഔട്ടാ. തേങ്ങ വീണ ആശുപത്രി കൊണ്ടുപോണ്ടേ? ആശുപത്രിയല്ല, മൊത്തം പറയട്ടെ, അതിന്റെ ഇടയ്ക്ക് കയറി പറയല്ലേ. അല്ല സാധാരണ തേങ്ങ വീണ് കഴിഞ്ഞാൽ അതല്ലേ ഇടയ്ക്ക് കയറി പറയല്ലെന്ന് പറഞ്ഞേ. തേങ്ങ വീണ തലയിലാണ് പുള്ളി സീനായല്ലോ. അതുകൊണ്ട് പുള്ളി ട്രെയിൻ കയറ്റി എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണം. അതിന്റെ ഒരു പ്രശ്നത്തില്ല. പുള്ളിക്ക് ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, റെഡ് കണ്ടാ പുള്ളിക്കിളകും. ആ അമ്പിയമ്മയുടെ ബ്ലൗസിലുള്ള റെഡ് ഒന്നും അല്ലല്ലോ. അല്ല, ഇത് റെഡ് അല്ല, ഇത് ചോപ്പാ. റെഡ് അല്ലേ, ചോപ്പാണ്. അതിലും വലുത്. അങ്ങനെ എന്തെങ്കിലും കാണിച്ചോ പറയാ, പുള്ളിക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പച്ച കാണിച്ചേക്കണം. പച്ച കാണിക്കാം. എങ്ങനെയും വഴിതെറ്റി വന്ന ഒന്ന് ഡീൽ ചെയ്തേക്കണം. ചേച്ചിയും പച്ച കാണിക്കണം കേട്ടോ. പിന്നെ എന്റെ ഫേവറേറ്റ് കളറും കൂടെ. അപ്പൊ അമ്മയുടെ സാരിയിൽ ഒരു ഷാജില്ലെങ്കിൽ പച്ചനെ പറഞ്ഞാലും മതി. പച്ചക്ക് പറയാം. അല്ല, അപ്പം ഞാനപ്പോ എന്താ കാണിക്കണ്ടേ? ഒരു കാര്യമില്ല, കണ്ടാ തന്നെ ഇളകും. അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്നെ കണ്ട ഓടി എങ്ങോട്ടെങ്കിലും വിട്ടുപോക്കോ. ശരി, നോക്കാം, എന്താവും നോക്കാം. ഹലോ, എന്താടി ചക്കരെ പറ. ചേട്ടാ,
മോള് പരീക്ഷയ്ക്ക് തോറ്റ് 5 വിഷയത്തിനും പോയി. മോളെ കുറ്റം പറയരുത്. മോളുടെ കൈ കൊടുക്ക്. അച്ഛാ, ട്യൂഷൻ സാറ് ചതിച്ചതാണ് അച്ഛാ. മോള് പേടിക്കണ്ട, അടുത്ത വർഷം മോളെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച് എല്ലാ വിഷയത്തിനും ജയിപ്പിക്കും. മനസ്സിലായില്ലേ? അമ്മയുടെ കൈ കൊടുക്ക്. നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് എവളെ ഇങ്ങനെ തൊലച്ചത്. എടി, കുറ്റം പറയാതെ ഫോൺ വെച്ചിട്ട് പോടി. വെക്കില്ല. വെക്കടി. വെക്കില്ല. വെക്കടി. ഒറ്റയ്ക്കൊരു കുടുംബം നോക്കുന്ന കാര്യമേ കഷ്ടം. എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് പറയും. ട്രെയിൻ വരാൻ ഇനി ലേറ്റാവും തോന്നുന്നു. ഒരു തെങ്ങിൻ തൈ കിട്ടിയിരുന്നെങ്കിൽ നട്ട് വലുതാക്കി ഒരു കരിക്കടത്ത് കുടിക്കാമായിരുന്നു. ട്രെയിൻ നമ്പർ 102116 എറണാകുളം മധുഗാവ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ. മുതലാളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മുതലാളി. പലിശ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 2% ആക്ക്. ഞാൻ കൊടി പിടിച്ചുണ്ടാക്കണ പൈസയാണ് മുതലാളി. ഞാൻ ഈ കാല് പിടിക്കാം. അയ്യോ, രാഷ്ട്രീയത്തിനല്ല, ഞാൻ ട്രെയിനിൽ ഓടി പിടിച്ചുണ്ടാക്കണ പൈസയാണ്. ആലോചിച്ചിട്ട് മതി. ആ ശരി മുതലാളി. ഹലോ, ബോയ്സ് ഇൻ ദി ലൈൻ. ഐ ഹാവ് ഗിവൻ 20 lakhs as advance. നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ സബ്മിറ്റ് ചെയ്യൂ. നിങ്ങൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത ഗഡു അനുവദിക്കാൻ സാധിക്കൂ. അതാണ് ബാങ്കിന്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് മൈ പ്രഷ്യസ് ടൈം. സാറേ, സാർ ട്രെയിനിൽ പോകാൻ നിൽക്കുകയാണ്. അല്ലടാ, ഇവിടെ ഒരു അന്തർവാഹിനി പൊങ്ങി വരും. അതിൽ കയറി കടവന്ത്ര പോകാനിരിക്കുകയാണ്. സോറി, തെറ്റിന്റെ ഭാഗത്താണ്. സാർ ബാങ്കിലല്ലേ ജോലി ചെയ്യണ? മനസ്സിലായല്ലേ? IBIB ബാങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ലക്ഷങ്ങളുടെ നമുക്ക് വിശ്വാസം തന്നെ, നിങ്ങൾക്കല്ലേ നമ്മളെ വിശ്വാസം ഇല്ലാത്ത? എന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? 5 രൂപ പേന വരെ കെട്ടിയല്ലേ ഇട്ടിരിക്കണ? തന്റെ ഡിപ്പാർട്ട്മെന്റിലെല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നോക്കിയേ, ഒരുത്തൻ 30 കുപ്പി വെള്ളം വെച്ചോണ്ട് വെള്ളം ഒരു കുപ്പി അവന് പൊട്ടിച്ച് കുടിച്ചാ പോരടോ. അതല്ല, അത് കച്ചവടമാണത്. അതെല്ലാം പോട്ടെ, എനിക്ക് മൊത്തം ചായ വെച്ചോണ്ട് ഒരുത്തം വന്ന് ചോദിക്കുക, ചായ എവിടെയെന്ന്. സാറ് ചായ വടേ. സാറ് ബാങ്കിലെ മാനേജർ അല്ലേ? മാനേജറുടെ മുകളിലാ. മാനേജറിന്റെ മുകളിൽ സീലിംഗ് ഫാനാ? റീജിയണൽ മാനേജർ. സല്യൂട്ട് സാർ. ഈ റീജിയണൽ മാനേജർ എന്താണെന്ന് അറിയാമോ? ഇല്ല സാർ. പിന്നെ എന്തിനാ സല്യൂട്ട് അടിച്ചത്? സത്യം പറയാലോ, ഒരു ലോണിന് വേണ്ടിയാണ് സാറേ. കേറിക്കിടക്ക 1 സെന്റ് ഭൂമി പോലും ഇല്ല. എന്നാ പണം ഇടാൻ വന്നതല്ലേ, എടുക്കാൻ വന്നതാണല്ലേ? പേരെന്താ? സമ്പത്ത്. ആഹാ, കടം വാങ്ങിക്കാൻ പറ്റിയ പേര്. സാറേ, സമ്പത്ത് നല്ല പേരല്ലേ? തന്നെ, പക്ഷെ സമ്പത്തിപ്പോ എനിക്ക് ആപത്തായിരിക്കുകയാണല്ലോ. വീട്ടുപേര് പറ. ബംഗ്ലാവിൽ ഹൗസ്. ഒരു മയത്തി തള്ളടെ. അച്ഛന്റെ പേര്? പ്രഭു. 1 സെന്റ് ഭൂമി ഇല്ലാത്തവന്റെ പേര് പ്രഭു. സാറേ, അമ്മേരെ പേര് വേണോ? വേണ്ട, എനിക്കിനി താങ്ങില്ല. മര്യാദയ്ക്ക് കൃത്യമായിട്ട് അടയ്ക്കുമെങ്കിൽ ഞാനൊരു 20 ലക്ഷം രൂപ പ്രഭുവിന്റെ കുടുംബത്തിന് സാങ്ഷൻ ആക്കുന്നു. സത്യം തന്നെ സാറേ? തരോ? ഒരു 2 ആഴ്ചത്തെ സമയം തരണം. തരാം സാർ. 1 മിനിറ്റ്. ആ ശരവണ, മുതലാളിയൊക്കെ അങ്ങ് വീട്ടില് കുറച്ച് പൈസ കടം ചോദിച്ചപ്പോൾ നീ എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ചോദിച്ചില്ലടാ. എനിക്കൊരു ഒപ്പ് പോലും ഇല്ലാതെ പൈസ ഇവിടെ ആളുണ്ടാ. അച്ഛന് പോടാ. എനിക്ക് വേണ്ട എന്റെ കുണുവാ. നെഞ്ചിന്റെ കല്ലങ്ങ് ഇറങ്ങി. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടാ, ഇതിന് സാറിന് എങ്ങനെയാണ് ഇതിൽ ഇൻട്രസ്റ്റ്? നല്ല ബ്രാൻഡാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ്. അതല്ല, പൈസക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആണ്? പൈസ ചെലവഴിക്കാൻ നല്ല ഇൻട്രസ്റ്റാ, തീർന്നു പോകുമ്പോഴാ ഒരു ബുദ്ധിമുട്ട്. സത്യം സാറേ. തന്റെ പ്ലാനൊക്കെ റെഡി ആയോടോ? കൂട്ടുകാരെയും കൊണ്ട് ഗോവയിലോട്ടൊരു പ്ലാൻ ഉണ്ട്. ഗോവയിൽ പോയി വെള്ളമടിച്ച് മല നടക്കുന്ന കാര്യമല്ല, വീട്ടിലെ പ്ലാൻ റെഡി ആയോന്ന് കിണിക്കുന്ന സാറേ. ഫോണ് കയ്യിൽ വൈബ്രേഷൻസ്. ഹലോ ഹലോ, സമ്പത്തേ. താൻ ഏത് പ്ലാറ്റ്ഫോമിലാ ഇപ്പോ? ഞാൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ സാറേ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടുള്ള ഒരാളെത്തിയിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ തലയ്ക്ക് സുഖമില്ലാത്ത ആരുമില്ല സാർ. എടോ, അയാളെ കണ്ടാൽ മനസ്സിലായില്ല, നല്ല ജെന്റിൽമാൻ ലുക്കാണ്. സാറേ, ഇയാളെ ജോലി എന്തിനാണ്? അയാൾക്ക് പല ജോലികളുണ്ട്. ഓരോ മിനിറ്റിലും ഓരോ ജോലികളാണ്. പോലീസ്, പട്ടാളം, മാനേജർ എന്ന് വേണ്ട എന്തും ആകും. എന്റെ അമ്മോ, ഇഷ്ടം. എക്സ്ക്യൂസ് മീ സാർ, 1 മിനിറ്റ്. അവിടെ നിന്ന് ട്രെയിൻ വല്ലതും ഇങ്ങോട്ട് വരാനുണ്ടോ? ഉണ്ട് സാർ. കാലിലെ നഖം വെട്ടിയിട്ട് 2 ആഴ്ചയായി. അയിന് ഈ റെയിൽവേ പാളത്തിൽ ട്രെയിൻ വരുമ്പോഴേ ഈ കാലം വെക്കും. അടുത്ത ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോ ഈ കാല് അങ്ങനെ 10 നഖവും ക്ലീനാണ്. ഇതൊക്കെ വളർന്നിറങ്ങിയിരിക്കല്ലേ, ഒന്ന് വെട്ടിക്കൂടെ? അയ്യോ വേണ്ട സാറേ. അഷം കീറിയിരിക്കും, തച്ച് വെക്കടോ. സാറേ, ആളിവിടെ ഉണ്ട് സാറേ. എടോ, അയാൾക്കുണ്ടല്ലോ ചുവപ്പ് നിറം കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭ്രാന്തിളകും, സൂക്ഷിക്കണം. ഇയാളൊന്ന് ജല്ലിക്കെട്ട് കാളേ. പിന്നെ പച്ച കളർ കാണിച്ചു കഴിഞ്ഞാൽ കൂളാകുമെന്നാ കേട്ടത്. ഇവിടെ ചോപ്പൊന്നുമില്ല സാറേ. ഓക്കെ. എടോ, അതെ സാറേ, നല്ല തബല കൊണ്ടാണ്. എടോ, ഒരു 10 മിനിറ്റിനകം പോലീസും ആംബുലൻസും എത്തും. ഒരു കാരണവശാലും അയാൾ രക്ഷപ്പെടരുത്.
പോയാ പോയി. എന്തിനു പോയി? എന്റെ ജോലി പോകുന്നു. സാറേ 10 മിനിറ്റിനുള്ളിൽ വരണേ, ഇല്ലെങ്കിൽ ഞാൻ ഈ പോണ എല്ലാ ട്രെയിനിനും പച്ച കൊടി കാണിക്കേണ്ടി വരും. സാറേ ഇതൊക്കെ ഒന്ന് നോക്കണേ, ഞാൻ ഇപ്പം വരാം. ബാഗും കൂടെ എടുത്തോണ്ട് കേട്ടാ. ചത്താൽ ഈ കൊടി എന്റെ കയ്യിൽ നിന്ന് ഞാൻ വിടൂല. ദൈവമേ, ചുമന്ന ബാഗ് ഇതാരും ഇവിടെ കൊണ്ട് വെച്ചാ? പച്ചമാങ്ങ പച്ചമാങ്ങ നല്ല മാങ്ങ നാട്ടുമാങ്ങ. ഇതെന്റെ ബാഗല്ല. പക്ഷെ ഇത് എന്റെ ബാഗാണ്. ചോപ്പല്ലേ, അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങോട്ട് വച്ചാണ്. കൊള്ളൻ കണ്ണ് തെറ്റിയില്ല. കള്ളപ്പൊട്ടവും കിട്ടി. സാറേ തിരുവനന്തപുരത്തോട്ട് പോണ ട്രെയിന് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇവ ആള് കുഴപ്പമാണല്ലേ സാറേ. തിരുവനന്തപുരത്തോട്ട് പോണ ട്രെയിൻ ഇപ്പൊ ഉണ്ടാ? പ്രയാണിക്കണ ദമനക്ക് ഗാഡി നമ്പർ 134R 10 മിനിറ്റിനകം 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഗയ. ഇവന് വട്ടാണെന്നാണ് തോന്നുന്നത് സാറേ. ഇവന് വല്ല കുഴപ്പമുണ്ടാ? ഞാനും വന്നപ്പോഴേ ശ്രദ്ധിക്കുക, അധികം മൈൻഡ് ചെയ്യണ്ട. ഓ. എങ്ങോട്ട് പോകുന്നു? അയ്യോ ഞാൻ എന്റെ വീട്ടിൽ പോണ സാറേ. എവിടെയാ വീട്? ഇവിടെ വിളപ്പശാല. ഓ, ചവറ. അയ്യോ ചവറയല്ല, വിളപ്പശാല. അവിടെ മുഴുവൻ ചവറ. അതിനെതിരെ നമ്മളെ ചുമന്ന കൊടി കുത്തി സാറേ. അയ്യോ ചോപ്പ് വേണ്ട, പച്ച മതി. പച്ചമതി. ഇവിടെ എവിടെ വന്നതാ? ഇവിടെ അല്ലേ എന്നെ കെട്ടിക്കൊണ്ടുവന്നത്? ഈ റെയിൽവേ സ്റ്റേഷനിലാ. ഈ നാട്ടില് എനിക്ക് ഒക്കൂല സാറേ. എന്റെ ഉള്ള ഉയരും കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോണേ. അതാണ് ഇത്രയും ബാഗ്. കുറെ ഉണ്ടല്ല, അലമാരം കട്ടിലൊന്നും ഇല്ലേ? അലമാരം കട്ടിലും കൊണ്ടുവന്ന ട്രെയിനിന്റെ മുകളിൽ വെച്ച് നീ കെട്ടിത്തരോ? ഇനി അതുകൂടെ ഞാൻ ചെയ്യാം. എനിക്കൊരു കോളുണ്ട്, എന്റെ പേഷ്യന്റ് വിളിക്കുന്നു. അയ്യോ സാർ ഡോക്ടറാ? ന്യൂറോളജിസ്റ്റ്. അങ്ങനെ അസുഖം മാറിയോ? ഞാൻ പറഞ്ഞില്ലേ, ആ ഗുളിക കഴിച്ചാൽ മാറുന്നു. നെക്സ്റ്റ് ഡോസേജ് എഴുതിയെടുത്തോളൂ. ഗുഫിക് മോക്സ് 500 30 എണ്ണം, നോവോമോക്സ് 600 30 എണ്ണം, മാരുതി 800 കാറാണല്ലേ, റാൻഡാക് 30 എണ്ണം. അതേ ഗ്യാസിനുള്ളതാണ്. ഗ്യാസിന് വില കൂടി വരല്ലേ, വാങ്ങിച്ചു വെച്ചോ. വേണ്ട വേണ്ട വേണ്ട, ആഹാരത്തിന് ശേഷമല്ല. ഇതെല്ലാം കഴിച്ചിട്ട് വയറ്റിൽ സ്ഥലമുണ്ടെങ്കിൽ ആഹാരം കഴിക്കുക. എന്റെ പേഷ്യന്റ് ഒരുപാട് അസുഖങ്ങളുണ്ട്. 2 ആഴ്ചക്കകത്ത് പോകും. അത്ര വേണ്ടിയില്ല, അതിനുമ്പേ പോവും. സാറേ ഈ മോക്കുരു പൊട്ടിച്ച പാടാവോ സാറേ? എന്ത് പാട്? വളരെ ഈസി അല്ലേ, റോക്കറ്റ് പോലെ. അയ്യോ ഇത് പൊട്ടിച്ച പാട് വിടുമെന്നാണ് ചോദിച്ചത്. ബൈ ദ ബൈ, കുടുംബത്തിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ. കുടുംബം ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്ത് കൂടുമ്പോ? വഴക്കൂടുമ്പം. സ്നേഹം കൂടുമ്പോഴല്ലേ? നമ്മളെ ഏരിയയിലൊക്കെ വഴക്കൂടുമ്പോഴാണ്. എന്നിട്ട് ഈ ഏരിയ കമ്മിറ്റിക്ക് എന്ത് പറ്റി? എന്നെ ഒരു മരുമോളായിട്ടല്ല സാറേ കാണുന്നത്, കൂലിയില്ല വേലക്കാരിയിട്ടാണ് എന്നെ കാണുന്നത്. അമ്മായിക്ക് രാത്രി ചപ്പാത്തിയാകും, അത് ഞാൻ കുളത്തി പരത്തിയാല അമ്മായിയുടെ തൊള്ളയിലോട്ട് ഇറങ്ങും. ഈ ചപ്പാത്തിയോട് എന്തിനാണ് കറി? ഈ അമ്മായിയപ്പനാളെങ്ങനെയാ? കിഴങ്ങ്. അത് അവിടെ പറഞ്ഞ ഉത്തരമാണോ ഇവിടെ പറഞ്ഞ ആൻസർ ആണോ? രണ്ടിനും. ഓ, അമ്മായിയപ്പൻ പ്രശ്നമാണ്. ഹസ്ബൻഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അയ്യ അത് പറയാതിരിക്കണേണ് നല്ലത്. 5 തവണ ഗൾഫിൽ പോയട്ടാ. ഇല്ല റബ്ബർ ബാൻഡ് വലിച്ചു വിട്ടതുപോലെ പോയേക്കാൾ സ്പീഡിലാണ് തിരിച്ചു വന്ന. കൂൾ കൂൾ കൂൾ, ടെൻഷൻ അടിക്കണ്ട. എല്ലാം കൂടെ ഓർത്ത് എനിക്ക് തല പെരുക്കണം സാറേ. തല ഇങ്ങനെ മന്ദാരം പോലെ തോന്നുന്നുണ്ടോ? തന്നെ സാറേ. വീർത്ത് വീർത്ത് വരുന്നവിടെ തോന്നുന്നുണ്ടോ? തന്നെ സാറേ. എന്റെ ഗുളികയുണ്ട്. എനിക്കിങ്ങനെ വീർത്ത് വരുമ്പോ ഞാൻ കഴിക്കുന്ന ഗുളികയുണ്ട്. ദൈവമേ, പ്രാന്തിന്റെ ഗുളിക. അലിയിച്ചിറക്കിക്കോ. അയ്യോ നല്ല സുഖം, ഒന്നും കൂടെ താ സാറേ. ടിന്നോട് കൂടി വെച്ചോ. ഈ ഗുളികയിൽ മാറിയില്ലെങ്കിൽ പറയണം. KSEB-യുമായി കൊളാബ് ചെയ്ത വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ദൈവമേ, ഷോക്ക്. നീ അവിടെ എന്തൊരു എത്തി വലിഞ്ഞ് നോക്കണത്? ആംബുലൻസ് വരണാന്ന്. ട്രെയിൻ പാളത്തില്ല സാറേ. ഇവന് പറ്റിയ ഗുളിയോ വല്ല ഇരിപ്പുണ്ടാ? കുടുംബക്കാർക്കെതിരെ ഒരു ജീവനാംശ കേസ് കൊടുത്തൂടെ? അതിതുവരെ വിട്ടില്ലേ സാറേ? എനിക്ക് വാദിക്കാൻ വക്കീലൊന്നും ഇല്ല സാറേ. IPC 107, 326, 432 പ്രകാരം നമുക്ക് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാം. സാറ് വക്കീലാ? LLB കഴിഞ്ഞിട്ടാ MBBS എടുത്തത്. LLB എടുത്ത് MBBS കൊടുത്ത് ഈ ദുഷ്ടനെ ഉയരെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. 1 രൂപ ചെലവില്ലാതെ ഈ കേസ് ഞാൻ വാദിച്ചു തരാം. ഞാൻ ഈ 3 അംഗ ബെഞ്ചിന് കേസ് വിടുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയണം. ഓ ശരി സാറേ. കഷം കീറി അവിടെ കയറുന്നേ. പ്രതിഭാഗത്ത് നീയാ. യുവർ ഓണർ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ലാസ്റ്റ് മനസ്സിലായില്ലെന്ന് പറയരുത്. എന്റെ കക്ഷി 101 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും സ്ത്രീധനം നൽകിയാണ് ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടത്. 2 അവന്റെ ഉരുപ്പടി 5000 രൂപ. അയ്യോ, കേസിന്റെ ബലത്തിന് അത്രയും പറയണം. നിങ്ങൾ ഉണ്ടായിരുന്നാണ് സാറെ പിടിപ്പിച്ചോ. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച എന്റെ കക്ഷിയെ ഇയാളുടെ അച്ഛന്റെ വൃത്തികെട്ട ഉണക്കക്കാല് കാണിച്ച് വെറുപ്പിച്ച് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും. സൂപ്പർ സാറേ. എന്റെ പട്ടുസാരിയുടെ കാര്യം കൂടെ പറ സാറേ. എന്റെ കക്ഷിയുടെ പച്ച പട്ടുസാരി. ചുമപ്പ്. പച്ച പട്ടുസാരി. അയ്യോ ചുമപ്പ്. പച്ച മതി. ഞാൻ കാണിച്ചു തരാം. നോക്ക് കണ്ടാ? പ്രാന്തി ഇന്റെ അടുത്ത് പറഞ്ഞില്ല, ഇയാൾക്ക് പ്രാന്താണ്. കത്തിയെടുത്ത് ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. 31 അല്ലേ?
ഈ 32 ആവട്ടെ. അയ്യോ രക്ഷപ്പെട്ട്. നിനക്ക് രക്ഷപ്പെടണ്ടേ? ഓഹോ അപ്പൊ രണ്ടുപേരും ഒരു ടീമായിരുന്നല്ലേ? അയ്യോ കാട്ടുഭ്രാന്തി ലകളൊക്കെ വരണേ. ഇപ്പം രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇല്ല. ഓക്കെ, Normal ആണ്. നോർമൽ ആണെങ്കിൽ അംബികാമ്മ. ഗിരി 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 സവാരി ഗിരി ഗിരി നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. നിങ്ങൾ ആ ഷോക്കിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്തില്ല, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ആദ്യം മുതൽ അങ്ങോട്ട് ഞാൻ വിചാരിച്ചത് എന്തിനാ ഇവർ ഈ ലഗേജ് എടുത്തുകൊണ്ട് അങ്ങോട്ട് ആയിട്ട് നടക്കുന്നതെന്ന്. പിന്നെ അവസാനം എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ഫുൾ പിക്ചർ നന്നായിരുന്നു. നൈസ്. താങ്ക് യു അംബികാമ്മ. നന്നായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളല്ല, സ്റ്റേജ് ഇങ്ങനെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്കുള്ള, അല്ലാതെ ഇതിനു മുമ്പ് സ്റ്റേജിൽ കളിച്ചോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ പുതിയ പുതിയ കോണ്ടന്റുകൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. പൊട്ടിച്ചിരിച്ചില്ലെങ്കിലും ചില സാധനങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ ചിരികൾ വന്നാലും മതി, പക്ഷേ ആ സാധനത്തിനൊരു വൃത്തി ഉണ്ടായിരിക്കണം. അത് ഇതിലുണ്ട്. നല്ല രസമുള്ള ഒരു സ്ക്രിപ്റ്റ്, നല്ല അഭിനയം, നന്നായിരുന്നു. 3 പേരും നന്നായിരുന്നു. താങ്ക് യു നസീർക്ക. ചേട്ടാ, ഇന്നത്തെ എന്താണ് മെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരി തന്നെയാണ്. ഗിരി കൊണ്ടുപോയി എന്നുള്ളതാണ് ഇന്നത്തെ സ്കിറ്റ്. അടിപൊളിയായിരുന്നു ഗിരി. കാര്യം ആ ക്യാരക്ടർ ആദ്യം മുതൽ പിടിച്ചിട്ട് അവസാനം വരെ അത് ഒട്ടും കൂടാതെ ഒട്ടും ഓവറാക്കാതെ അതെന്താണ് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ഗംഭീരമായിട്ട് ഗിരി ഇന്ന് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല ഉഗ്രൻ ടീമാണ്. നിങ്ങളിവിടെ ഉള്ളതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ വലിയ ചിരികളുമായിട്ട് നിങ്ങൾ വരണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. അപ്പോൾ ഗിരി ഫാമിലിയുടെ മാർക്സ് വാങ്ങിക്കാം. അമ്മയമ്മ 7 ലക്കി നമ്പർ 7000 രൂപ. രണ്ടാമത് നസീർക്ക. അപ്പോൾ ആ ലക്കി നമ്പർ തന്നെ ഞാൻ കൊടുക്കുന്നു. ടോട്ടൽ 14 മാർക്ക് എന്ന് പറഞ്ഞാൽ 14,000 രൂപയുണ്ട്. ചേട്ടാ കൊടുത്തേട്ടോ. ട്രെയിൻ മാർക്ക് ദാ റെഡിൽ വരും. വയലന്റ് ആവരുത്. അങ്ങോട്ട് നോക്കി 30,000 രൂപ. അപ്പോൾ ഗിരി ഫാമിലി അടുത്ത പ്രാവശ്യം ഇതിൽ ഉഷാറായിട്ടൊരു ഐറ്റമായിട്ടൊരു പുതിയ വെറൈറ്റി ഐറ്റമായിട്ട് വരട്ടെ. ഒരുപാട് ചിരിക്കാനുണ്ടാവട്ടെ, ഒരുപാട് മാർക്സ്, ഒരുപാട് പൈസ ആയിട്ട് പോകാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.